ആ ഇമാം മഹദി തങ്ങളുടെ കൈകളിലേക്ക് ആ പതാക കൊണ്ട് കൊടുക്കും. ആ പതാക കൈയേന്തിയ സമസ്തയുടെ ത്രിവർണ്ണ പതാക വാനിലേക്ക് ഉയർത്തി ആ പതാക ഉണ്ടല്ലോ, ആ പതാക അങ്ങനെ കൊണ്ടുവന്നത് മഹാനാകുന്ന റഈസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ കരങ്ങളിലേക്ക് അല്ലാഹു കൊടുത്തു. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ കയ്യിൽ നിന്ന് മഹാനാകുന്ന കെ ഹസ്രത്തിന്റെ കയ്യിലേക്ക് അല്ലാഹു കൊടുത്തു. കെ ഹസ്രത്തിന്റെ കയ്യിൽ നിന്ന് പടച്ചതമ്പുരാൻ മഹാനാകുന്ന അസ്ഹരി തങ്ങളുടെ കൈകളിലേക്ക് അല്ലാഹു കൊടുത്തു. അവരുടെ കരങ്ങളിൽ നിന്ന് കരുണക്കടലായ റബ്ബ് മഹാനായ കാളമ്പാടി ഉസ്താദിന്റെ കയ്യിലേക്ക് കൊടുത്തു. കാളമ്പാടി ഉസ്താദിന്റെ കയ്യിൽ നിന്ന് കരുണക്കടലായ റബ്ബ് AP കുമരമ്പത്തൂർ ഉസ്താദിന്റെ കയ്യിലേക്ക് കൊടുത്തു. AP കുമരമ്പത്തൂർ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് കരുണക്കടലായ റബ്ബ് സയ്യിദുൽ ഉലമാ തങ്ങൾ ഉസ്താദിന്റെ കരങ്ങളിലേക്ക് കൊടുത്തു. ഈ പതാക പിടിക്കുന്നത് മുഴുവൻ മഹാന്മാരാണ്. സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാർ എന്ന് പറയുമ്പോൾ സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ അങ്ങോട്ടുള്ള മഹാന്മാർ ഒക്കെ വലിയ മഹാന്മാരാണ്. സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങളാണ് ഈ വിശുദ്ധമായ സമസ്തയുടെ ത്രിവർണ്ണ പതാക വാൻലോകത്തേക്ക് ഉയർത്തിയത്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ആരാമുത്തുമിനിയാളെ സയ്യിദ് ഹസൻ ബാലവി, സയ്യിദ് അഹമ്മദ് ബാലവി, സയ്യിദ് ഹസൻ ബാലവി തങ്ങളുടെ മകൻ. ഹസൻ ബാലവി തങ്ങളാരാ? അഹമ്മദ് ബാലവി തങ്ങളുടെ മകൻ. അഹമ്മദ് ബാലവി തങ്ങളാരാ? അലി ബാലവി തങ്ങളുടെ മകൻ. അലി ബാലവി തങ്ങളാരാ? സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയ തങ്ങൾ. ഇവർ സയ്യിദ് ഹാമിദ് ബാലവി തങ്ങൾ, സയ്യിദ് ഹാമിദ് ബാലവി തങ്ങളാണ്. സയ്യിദ് ഹാമിദ് ബാലവി, ഈ ഹാമിദ് ബാലവി തങ്ങളാണ് യമന്ന് വന്നത്. വരുന്ന സമയത്തിൽ ഒരാൾ സഹയാത്രികനുണ്ടായിരുന്നു, കാത്തിബ് മുഹമ്മദ് മുസ്ലിയാർ. അതാണ് പിന്നെ എഴുത്തച്ഛൻ കണ്ടി മുഹമ്മദ് മുസ്ലിയാരായത്. അതാണ് എഴുത്തച്ഛൻ കണ്ടി കാത്തിബാണ് എഴുത്തുകാരൻ. അയാൾ താമസിക്കുന്ന കണ്ടം കോഴിക്കോട്ടേര് കണ്ടെന്ന് പറയും, പറമ്പിന്. അയാൾ താമസിച്ച കണ്ടാണ് എഴുത്തച്ഛൻ താമസിച്ച കണ്ടം, എഴുത്തച്ഛൻ കണ്ടി. അതാണ് അതാണ് മഹാനായ ശംസുൽ ഉലമയുടെ 5ാമത്തെ വല്ലിപ്പ കാത്തിബ് മുഹമ്മദ് മുസ്ലിയാർ. അവരും സയ്യിദ് ഹാമിദ് ബാലവി തങ്ങൾ ഒപ്പം വന്നതാ. ഹാമിദ് ബാലവി തങ്ങൾ അറിയോ? ഹാമിദ് ബാലവി തങ്ങൾ അറിയോ? ഹാമിദ് ബാലവി തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്തവരൊന്ന് കൈവന്തിക്കുക. വേദിയിലുള്ളവരോടല്ലേ, സദസ്സിലുള്ളവരോട്. സയ്യിദ് ഹാമിദ് ബാലവി തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്തവരൊന്ന് കൈവന്തിക്കുക. ഒരാളില്ലല്ലോ പഠിച്ചോനെ. എന്നാ ഞാൻ ചോദിക്കട്ടെ, വരക്കൽ മഖാം സിയാറത്ത് ചെയ്തവരൊന്ന് കൈവന്തിക്കുക. അതന്നെയാണ് ഹാമിദ് ബാലവി തങ്ങളുടെ ഖബർ. അവിടെ ആ പള്ളിയിൽ നിന്ന് നേരെ അങ്ങോട്ട് കിടക്കുമ്പോ വലിയൊരു മഖാം കണ്ടില്ല മുത്തുമിനികളെ, അതാ ഹാമിദ് ബാലവി തങ്ങളുടെ ഖബർ. ഹാമിദ് ബാലവി തങ്ങളുടെ ഖബർ അതാ അവരാണ് യമന്ന് വന്നത്. അവരുടെ പേരക്കുട്ടിയാണ്, അവരുടെ മകനാണ് സയ്യിദ് അലി ബാലവി തങ്ങൾ, അവരുടെ മകനാണ് സയ്യിദ് അഹമ്മദ് ബാലവി തങ്ങൾ, അവരുടെ മകനാണ് സയ്യിദ് ഹസൻ ബാലവി തങ്ങൾ, അവരുടെ മകനാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയ തങ്ങൾ. വലിയാണ്, സുഫിവരനാണ്, ആബിദാണ്, ആരിഫാണ്. അവരാണ് സമസ്തയുടെ പ്രഥമ പ്രസിഡന്റ്. സമസ്തയുടെ ത്രിവർണ്ണ പതാക വാനലോകത്തിലേക്ക് ഉയർത്തിയിട്ട് ദുആയിരുന്നു, ഈ പതാക ഇമാം മഹദി തങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണേ. ഇമാം മഹദി തങ്ങളും ഇന്ത്യയുമായി വലിയ അഭേദ്യമായ ബന്ധമായിരിക്കുന്ന, ഇമാം മഹദി തങ്ങളും ഇന്ത്യയുമായി വലിയ ബന്ധമായിരിക്കും. ഇത് ഈ വിശുദ്ധമായ ഈ സംഗതി ഞാൻ കാണുന്നതും കേൾക്കുന്നതും ഞങ്ങൾ ദർസുന്ന ചമ്മാട് ദർസുന്ന, അതായത് ഇമാം മഹദി തങ്ങളും ഇന്ത്യയുമായി വലിയ ബന്ധം. ഇമാം മഹദി തങ്ങൾ സത്യത്തിൽ എങ്ങോട്ടാ പോവാ? മുസ്ലിമീങ്ങൾ എവിടൊക്കെയാണോ കഷ്ടപ്പെടുന്നത് അവിടൊക്കെ ചെല്ലും. അപ്പൊ ഞങ്ങൾ അന്ന് വിചാരിച്ചു കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് പഠിച്ചവൻ എങ്ങനെ ഇപ്പൊ മുസ്ലിങ്ങൾക്ക് ഇവിടെ പ്രയാസം ഉണ്ടാകാം. 2018 എല്ലാവരും അറിഞ്ഞില്ലേ, നമ്മളൊക്കെ നട്ടോട്ട് ഓടിയില്ലേ പൗരത്വം തെളിയിക്കാൻ. ഈ രാജ്യത്തിൽ അല്ലാഹു സമാധാനവും സന്തോഷവും അല്ലാഹു നിലനിർത്തി തരട്ടെ. ആ ഇമാം മഹദി തങ്ങളുടെ കൈകളിലേക്ക് ആ പതാക കൊണ്ട് കൊടുക്കും. ആ പതാക കൈയേന്തിയ സമസ്തയുടെ ത്രിവർണ്ണ പതാക വാനിലേക്ക് ഉയർത്തി ആ പതാക ഉണ്ടല്ലോ, ആ പതാക അങ്ങനെ കൊണ്ടുവന്നത് മഹാനാകുന്ന റഈസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ കരങ്ങളിലേക്ക് അല്ലാഹു കൊടുത്തു. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ കയ്യിൽ നിന്ന് മഹാനാകുന്ന കെ ഹസ്രത്തിന്റെ കയ്യിലേക്ക് അല്ലാഹു കൊടുത്തു. കെ ഹസ്രത്തിന്റെ കയ്യിൽ നിന്ന് പടച്ചതമ്പുരാൻ മഹാനാകുന്ന അസ്ഹരി തങ്ങളുടെ കൈകളിലേക്ക് അല്ലാഹു കൊടുത്തു. അവരുടെ കരങ്ങളിൽ നിന്ന് കരുണക്കടലായ റബ്ബ് മഹാനായ കാളമ്പാടി ഉസ്താദിന്റെ കയ്യിലേക്ക് കൊടുത്തു. കാളമ്പാടി ഉസ്താദിന്റെ കയ്യിൽ നിന്ന് കരുണക്കടലായ റബ്ബ് AP കുമരമ്പത്തൂർ ഉസ്താദിന്റെ കയ്യിലേക്ക് കൊടുത്തു. AP കുമരമ്പത്തൂർ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് കരുണക്കടലായ റബ്ബ് സയ്യിദുൽ ഉലമാ തങ്ങൾ ഉസ്താദിന്റെ കരങ്ങളിലേക്ക് കൊടുത്തു. ഈ പതാക പിടിക്കുന്നത് മുഴുവൻ മഹാന്മാരാണ്.
ഈ പതാക പിടിക്കുന്നവർ മുഴുവനും മഹാന്മാർ ഔലിയാക്കന്മാരാണ്. ഒന്നുകൂടി ഇത് ചൊല്ലി, ഔലിയാക്കന്മാരാണ് പതാക പിടിക്കുന്നവർ മുഴുവനും. ആരാ മുരരെ നിങ്ങളോട് ഇത് പറഞ്ഞത്? എന്നോട് എൻ്റെ ഉസ്താദ് എരമംഗലം ഉസ്താദ് പറഞ്ഞതാ. എരമംഗലം ഉസ്താദ് പറഞ്ഞത്, എടാ സമസ്തയിലുള്ളവർ മുഴുവൻ ഔലിയാക്കന്മാരാണ് എടാ. ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ എന്നറിയോ, ജാമ്യയിൽ മഴ കിട്ടാത്തൊരവസ്ഥ വന്നു. മഴല്ല നോർമന്റെ കുട്ടികളെല്ലാവരും കൂടെ ഉസ്താദന്മാരെടുത്ത് നിന്നു. വെള്ളമല്ല, കിണറ്റിൽ വെള്ളമല്ല, ഒന്നിലും വെള്ളമല്ല, ആകെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്തിലാണ് മഹാനായ നോർമന്റെ കുട്ടികളും ഉസ്താദന്മാരോടൊക്കെ പറഞ്ഞു. ഉസ്താദന്മാർ പറഞ്ഞ അവസാനം കാളമ്പാടി ഉസ്താൻ എടുത്തില്ല ചർച്ചക്ക്. കാളമ്പാടി ഉസ്താൻ ചെന്നു. ഉസ്താന്റെ ചർച്ചക്ക് പോയപ്പോൾ ഉസ്താന്റെ ബെല്ലടിക്കണം ബുഖാരിക്ക്. ഞങ്ങൾ ഫൈനലാ. ബുഖാരി ഓതിത്തരാൻ വേണ്ടി മഹാനായ ഷെയ്ഖുന കാളമ്പാടി ഉസ്താദ് ഞങ്ങളെ ബുഖാരി സബക്കിലേക്ക് വന്നു. ആജനോട് വിളിച്ചു. ഉസ്താന്റെ ആജർ വിളി നല്ല രസം. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടാണ്. അവിടെ ഹാളിന്ന് കേട്ടാലേ ഇവിടെ മാർക്കിടുള്ളൂ, ടിക്കിടുള്ളൂ. അങ്ങനെ ഓരോന്ന് വിളിച്ചതിന് ശേഷം മഹാന ഉസ്താദ് ആജർ പട്ടികയുടെ മടക്കിച്ച് പിന്നെ തുറക്കണം ബുഖാരിയാ. ബുഖാരി ഇങ്ങോട്ട് തുറന്നിട്ട് ഉസ്താദ് പറഞ്ഞു, പഴയ കാലത്തൊക്കെ ഇങ്ങനെ ആ ശൈലിയമാണ്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോൾ ഉസ്താദ് ശ്വാസം കണ്ട് പിടിച്ചെടുക്കും. പഴയ കാലത്തൊക്കെ മഴ ഇല്ലെങ്കിൽ ആൾക്കാരൊക്കെ കൂട്ടം കൂടി നിന്ന് വരക്കല. ഇപ്പൊ മഴ ഇല്ലാഞ്ഞിട്ട് കൂട്ടം പിരിയാനാ. കോളേജ് ലീവിന് ഇതാ ഷേമ്പില്. അള്ളാഹു മഴ തരട്ടെ. ബായിക്കും മുസ്ലിയരെ ഒറ്റ ദുആ, അള്ളാഹു മഴ തരട്ടെ. ചെല്ലൂടി അസ്തഗ്ഫിറുല്ലാഹ് 1000 വട്ടം, ചെല്ലൂടി ആയിരത്തി 4444 വട്ടം. ഒറ്റ ദുആ, അല്ലാഹു മഴ തരട്ടെ. വായിക്കും മുസ്ലിയാരെ. അവിടെ വായിച്ചു കുട്ടികൾ വായിച്ചു. അങ്ങനെ സബക്ക് കഴിഞ്ഞു. പിന്നെ വരുന്നത് എരമംഗൽ ഉസ്താദാ. എരമംഗൽ ഉസ്താദ് വന്നപ്പോൾ ചോദിച്ച ചോദ്യമാണ്, തൃശ്ശൂർക്കാരനാണല്ലോ, എടോ കാളമ്പാടി എന്തേ പറഞ്ഞോ ലീവിനെ പറ്റി? കാരണം എരമംഗൽ ഉസ്താദിന് ലീവ് വേണം. സമരക്കൂട്ടത്തിൽ ലീവ് ആവശ്യമുള്ള ആളാണ് ആര്? എരമംഗൽ ഉസ്താദ്. എടോ കാളമ്പാടി ലീവിനെ പറ്റി എന്തേ പറഞ്ഞോ? അപ്പൊ ഞങ്ങളൊക്കെ കൂടി പറഞ്ഞു, ഉസ്താദ് ലീവിനെ പറ്റി ഒന്നും പറഞ്ഞില്ല, മയക്ക് വേണ്ടി ഇത് വരുന്നതാ. ഇപ്പോഴും ഓർമ്മ ഉണ്ടിക്കാരൻ തലേക്കെട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്നാ വായിക്ക്, ലീവില്ല, ഇന്ന് മഴ പെയ്യും, ഇന്ന് മഴ പെയ്യടോ. കാളമ്പാടി ഇത് വരുന്നെങ്കിൽ ഇന്ന് മഴ പെയ്യും. കാരണം അത് ഔലിയാക്കന്മാരെ പ്രസിഡന്റാ. അങ്ങനെ പറയാൻ കാരണം സമസ്തയിലുള്ളത് മുഴുവൻ ഔലിയാക്കന്മാരാ. അതിന്റെ പ്രസിഡന്റ് ഔലിയാക്കന്മാരെ പ്രസിഡന്റാ. മഴ പെയ്യും. അങ്ങനെ ഉസ്താദിന്റെ സബക്കും കഴിഞ്ഞു. ഞങ്ങൾ പുറത്തിറങ്ങി. കാർമേഘക്ക് നോക്കും, ഒരു തുള്ളി കാർമേഘല്ല, ഒരു തുള്ളി. അങ്ങനെ ഉണ്ടല്ലോ, നമ്മളൊക്കെ മയക്ക് വേണ്ടി വരക്കല്ലപ്പോൾ ആദ്യം മേഘത്തൊക്കെ നോക്കൂ, അടഞ്ഞു കൂടുണ്ട്. എന്നിട്ട് പഠിച്ചോനെ മഴ കൊണ്ടണം, മഴ കൊണ്ടണം, എന്തായാലും പെയ്യല്ലോ. ഇടിയും വെട്ടി കൊണ്ട് പഠിച്ചണം. അപ്പൊ ഇടിയും വെട്ടുന്ന ഒരു രീതി കണ്ട നമ്മൾ വലിയായി. ഒരു തുള്ളി അങ്ങനെ ഒരു തുള്ളി കാർമേഘം തെളിഞ്ഞു കിടക്ക. 5 മണിയായപ്പോ കാർമേഘം തടിച്ചുകൂടി. ജാമ്യയിൽ പെരുമഴ പെയ്തു. വെള്ളവും കിണറ്റിലും ഒക്കെ വെള്ളമാകുന്ന രീതിയിൽ 3-4 ദിവസം തുടർന്ന മഴ. എരമംഗൽ ഉസ്താദ് പറഞ്ഞതാണ്, മഹാന്മാരാകുന്ന സമസ്തയിലെ മഹത്തുക്കളായ ആലിമികൾ അവര് സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉള്ളപ്പോഴും ഔലിയാക്കന്മാരാണ്, ഇന്നും ഔലിയാക്കന്മാരാണ്. ലോകാവസാനം വരെ സമസ്തയെ നിയന്ത്രിക്കുന്നവർ ഔലിയാക്കന്മാരാണ്. മനസ്സിലായോ? അവർ ഔലിയാക്കന്മാരാ. എന്റെ ഉസ്താദ് മഹാനായ ഷെയ്ഖുന എരമംഗലം ഉസ്താദ്. ഇതിലിരിക്കുന്നവർ മുഴുവൻ അവർക്ക് ഖിദ്മത്ത് ചെയ്യാം, അവരെ സ്നേഹിക്കുക, അവരെ മഹബ്ബത്ത് വെക്കുക. അവരുടെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ശുദ്ധമായ ഈ SKSSF എന്ന് പറയുന്നത്. ആ മക്കൾ നമ്മുടെ നാടിന്റെ വിളക്കുകളാണ്. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ, ദുരിതങ്ങൾ വരുമ്പോൾ അവരിറങ്ങി വരും നിങ്ങളുടെ അരികിലേക്ക്. എന്തെങ്കിലും ഒരു വിഷമഘട്ടം വരുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ അവരുണ്ടാവും. അവരതിനെ തയ്യാർ ചെയ്ത മക്കളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മക്കളൊക്കെ അല്ലാഹു സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർത്തി തരട്ടെ. ആ മക്കള് നിസ്കാരത്തിൽ മുന്നിലെ സഫിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. നിസ്കരിക്കുമ്പോ വിഖാന്റെ കുട്ടികൾ പക്ഷെ സഫിൽ മുന്നിൽ ഉണ്ടാവില്ല ഓല്. പക്ഷെ ഓല് മരിക്കണ സമയത്ത് ചിരിച്ചിട്ടാ മരിക്കുക. മരിക്കുമ്പോ ചിരിച്ചിട്ടാണ് ഏറ്റവും മരിക്കുക. ഒരു വാഫി മരിച്ചില്ലേ, ചിരിച്ചു മരിച്ചുല്ലേ വാഫി. എത്ര ആളുകൾ വിഖായുടെ മക്കൾ, എത്ര ചെറുപ്പക്കാര് കുട്ടികൾ ചിരിച്ചു മരിച്ചു എന്നറിയാം. എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കറിയാം. കാരണം ഏറ്റവും പ്രവർത്തനം അങ്ങനെയാണ്. ഒരു ഉറുപ്പിയേറ്റ ശമ്പളമല്ലല്ലോ.
എന്നാലേറ്റ് നേതാക്കന്മാരും അല്ല. ഈ നീല കോട്ടിട്ടോലൊക്കെ ചോദിച്ചു നിങ്ങൾ എന്താ എന്ത് നേതൃത്വങ്ങൾക്കുള്ളത്? ഒന്നുമല്ല. ഒലക്കരംഗം വിഖായടംഗം വേറെ ഒന്നും ഏറ്റുങ്ങൾക്ക് വേണ്ട. ഏറ്റുങ്ങൾക്ക് ആ നീല കോട്ട് മതി. ഈ മക്കളെ പേടിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മക്കളാക്കി കൊടുക്കട്ടെ. അതുപോലെ മുത്തുമീങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ജാമിയുടെ സമ്മേളനം നടക്കുകയാണ്. വെട്ടിക്കാട് ജാമിയിൽ.